കുട്ടികളെ, ഞാനൊരു ചെറിയൊരു കഥ പറയാം നിങ്ങൾക്ക് വേണ്ടി. മനസ്സിലായേ? കഥയുടെ പേരെന്താണെന്ന് വെച്ചാൽ സത്യം പറയുന്ന കള്ളൻ. സച്ച് ബോൽനെ വാല ചോർ. സത്യം പറയുന്ന കള്ളൻ എന്നാണ് അതിൻ്റെ പേര്. ഒരു നാട്ടിൽ രാജാവിൻ്റെ ഭരണമാണ്. രാജാവ് സകല പ്രജകൾക്കും ക്ഷേമം വരണമെന്ന് വിചാരിച്ച് വേണ്ട വിധത്തിലൊക്കെ രാജ്യരക്ഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പട്ടിണിയും പണിയില്ലാതെ കണ്ടുള്ള ജനങ്ങൾ കുറവൊന്നുമല്ല. ആ കൂട്ടത്തിലെ ഒരാൾ, അയാൾ രാത്രി അയാളിങ്ങനെ ഓരോരോ ദിക്കിൽ ചെന്നിട്ട് പണി വല്ലതും കിട്ടിയാൽ ജീവിക്കാമല്ലോ. കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ പണി ഒന്നും കിട്ടില്ല, ഒരു പണിയില്ല, ജീവിക്കാൻ വിഷമം. ഓരോരോ വീട്ടുകളിൽ ചെന്നിട്ട് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കാം, എനിക്ക് എന്തെങ്കിലും കൂലി തന്നാൽ മതി. ഇവിടെ പണിയൊന്നുമില്ല, പൊക്കോളാ. വേറൊരു വീട്ടിൽ ചെന്നു, എന്തെങ്കിലും പണിയുണ്ടോ? അവിടെ വല്ല വിറക് വെട്ടുകയെ അവിടെ കളക്കുകയെ ഇവിടെ നേരെയൊക്കെ എന്തെങ്കിലും വേണോ? ഇവിടെ ഒന്നും വേണ്ട, ഇവിടെയൊക്കെ ആളുണ്ട്, അതിനുള്ള ആളൊക്കെ ഉണ്ട്. ഇങ്ങനെ അയാൾ പല ദിക്കിലും സഞ്ചരിച്ചു. ആരും അയാളെ ഒരു പണിക്ക് നിർത്തി യാതൊന്നും ചെയ്തില്ല. അപ്പോൾ അയാൾ വിചാരിച്ചു, എന്താ ഇനി വേണ്ടത്? നേരം വൈകുന്നേരമായി, സന്ധ്യയായി, കുട്ടികൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. വൈകുന്നേരമായി, ആ പട്ടിണി കിടന്ന കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അങ്ങനെ അയാൾ നടക്കുന്ന സമയത്ത് ഒരു വീടിൻ്റെ പുറത്ത് നല്ല ഓടുകൊണ്ട് വലിയൊരു കിണ്ടി അവിടെ ഇരിക്കുന്നു, പാത്രം. ആരും പുറത്ത് കണ്ടില്ല. ഏതായാലും ഇത് മോഷ്ടിക്കന്നെ തീർച്ചപ്പെടുത്തി അത് എടുത്തു കൊണ്ടുപോയിട്ട് കടയിൽ കൊണ്ട കൊടുത്തു. ഒരു അയാളതിന് കുറച്ച് പൈസ കൊടുത്തു. പൈസ കിട്ടിയപ്പോൾ അത് കൊണ്ടുപോയിട്ട് പീടികയിൽ പോയിട്ട് അരി കൂട്ടാൻ വയ്ക്കാനുള്ള സാമാനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോയി. ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയി അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ച് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒരു 2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ. അയാൾ വിചാരിച്ചു, ഇനിയിപ്പം നാളേക്ക് എന്താ ഉള്ളത്, നാളെ പട്ടിണിയാവുമല്ലോ. അപ്പോൾ അയാൾക്ക് തോന്നി, ഇത് തിരക്കില്ല, എവിടെയെങ്കിലും വല്ലതും കിട്ടിയാൽ മതി വിചാരിച്ചിട്ട്. പണി ആരും തരുന്നില്ല, ഒരു പണിയെടുക്കാനും വയ്യ, പണിയെടുക്കാൻ വയ്യായില്ല, പക്ഷേ പണി ആരും തരുന്നില്ല, പിന്നെ എന്താ ചെയ്യുക? അങ്ങനെ നടക്കുമ്പോൾ അയാൾക്ക് വേറൊരു ദിക്കിൽ സാധനം കണ്ടു, അത് മോഷ്ടിച്ചു. ഇങ്ങനെ കുറേശ്ശെ മോഷ്ടിച്ച് അയാൾ വലിയൊരു കള്ളനായി തീർന്നു. വലിയ സാധനങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടില്ല. അതുപോലെ തന്നെ വീടൊക്കെ പൊളിച്ചകത്ത് കിടന്നിട്ട് പണ്ടങ്ങൾ, പൈസ ഇതൊക്കെ കക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു പെരും കള്ളനായിട്ട് തീർന്നു അയാൾ. അങ്ങനെ ഒരു ദിവസം രാത്രി അയാളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ആ രാജ്യത്തെ രാജാവിനൊരു പ്രവണതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, രാജാവ് രാത്രി ആയാൽ വേഷമൊക്കെ മാറി വല്ല പിച്ചക്കാരുടെ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ നടക്കും. ഇങ്ങനെ രാത്രിയായാൽ, സന്ധ്യയായാൽ ആൾക്കാരൊക്കെ വീട്ടിലെത്തും. പിന്നെ ഓരോരോ വർത്തമാനങ്ങളിങ്ങനെ പറയും. ആ കൂട്ടത്തിൽ രാജ്യത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ തൻ്റെ ഭരണത്തെക്കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഇവർ പറയണത്, എന്തോ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് നടക്കുന്നത്. അപ്പോൾ ചിലരിക്കുമ്പോഴത്തേക്കില്ലുമ്പോൾ പറയേ, എന്ത് രാജാവിൻ്റെ ഭരണമാണോ, ഓരോ വസ്തുവില്ല, പീടികയിലൊന്നും ഒരു സാധനമില്ല, ഉള്ളതിനൊക്കെ വില വളരെ കൂടുതൽ, അങ്ങനെയൊക്കെയാണുള്ളത്. ഇങ്ങനെ ഒരു ഭരണം എന്തിനാണ് നമുക്ക് ഈ രാജാവിൻ്റെ? ഇവിടെ പീടികയിൽ ഒരു സാധനവും കിട്ടുന്നില്ല, ഇവിടെയാണ് വെച്ചാൽ വേറെ എവിടെയൊന്നും കിട്ടാനുമില്ല, വീട്ടിലൊക്കെ പട്ടിണിയാണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ തരത്തിലുള്ളതായ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും രാത്രി. രാജാവ് ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കാനാണ്. പിറ്റേ ദിവസം തന്നെ ആളുകളെ വിളിച്ച് പറയുക, ആ ഭാഗങ്ങളിലേക്കൊക്കെ പീടികയിലേക്കൊക്കെ ഇഷ്ടം പോലെ സാധനം കൊടുത്തയക്കണം, റേഷൻ പീടികയിലൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയും.
പിന്നെ ദിവസം അവിടെയൊക്കെ ഇഷ്ടം പോലെ സാധനമായി, ആൾക്കാർക്കൊക്കെ സുഭിക്ഷമായി. ഇങ്ങനെ വർത്തമാനം അറിയാൻ വേണ്ടി രാജാവ് വേഷപ്രച്ഛന്നനായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇയാളെ കണ്ടുകിട്ടി. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇയാൾ ഒരിക്കൽ നടക്കുന്ന സമയത്ത് ഒരു സന്യാസിയെ കണ്ടു. ആ സന്യാസിയെ ചോദിച്ചു, ഈ ആരാണ് ചോദിച്ചു. അപ്പം നുണ പറയാമല്ല, വച്ച ഞാൻ ഇങ്ങനെ ഓരോരോ നിൽക്കുന്നൊക്കെ കക്കണ തരുന്ന ആളാണ്. അപ്പോൾ കള്ളനാണല്ലേ? അതെ. പക്ഷേ എന്താ നീ കളക്കാൻ കാരണം? എവിടുന്നും ഒരു പണിയും കിട്ടുന്നില്ല, യാതൊരു പണി ആരും പഠിക്കാനും വിളിക്കില്ല, ഒന്നുമില്ല. വീട്ടിലാണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ട്, പട്ടിണി കിടന്നിട്ട് ചാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, നീയേ കട്ടാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, നുണ പറയരുത്, സത്യം പറയണം പറഞ്ഞു. അയ്യോ സ്വാമി, ഞാൻ സത്യം പറഞ്ഞാൽ പോലീസുകാരെ എന്നെ തല്ലി കൊല്ലില്ലേ, ഞാൻ കള്ളനാണെന്ന് പറഞ്ഞാൽ? അതെന്തായാലും നിനക്കൊരു കാലത്ത് അതുകൊണ്ട് നന്നായിട്ട് വരുന്ന ഈ സത്യം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ശരി. പിന്നെ അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ രാജാവിനെ കണ്ടുമുട്ടിയത്. രാജാവ് വേഷം മറിച്ച് നടക്കും. അപ്പോൾ ഇവന്, നീ ആരാ ചോദിച്ചു. ഞാൻ കള്ളനാണ്. കള്ളനോ? അതെ. നീ എന്താ സത്യം പറയണത്? എന്നോടൊരു സ്വാമി പറഞ്ഞിട്ടുണ്ട് സത്യം പറയാൻ പാടുള്ളൂ എന്ന്. ഞാൻ കള്ളനാണ്, കക്കാൻ നടക്കുകയാണ്. എന്തിന്? എൻ്റെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ പട്ടിയാണ്, ഒരാളും ഒരു പണിയും തരുന്നില്ല. വടതിക്കലും ചെന്ന് പണി ചോദിച്ചു, പണിയെടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ആരും ഒരു പണിയും തരില്ല. വിശന്നിട്ട് നിവൃത്തിയില്ല, അതേ കണ്ട് കുട്ടികളോട് നിലവിളിച്ച് നിർത്തിയില്ല, ഇങ്ങനെ കറ്റു അങ്ങനെയുണ്ടായത്. അപ്പോൾ സ്വാമി പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ നുണ പറയാറില്ല, സത്യം പറയാറുള്ളൂ. പോലീസുകാർ പിടിച്ചാലും ഞാൻ സത്യം പറയും, ഞാൻ കള്ളനാണെന്ന് പറയും, എനിക്ക് തല്ലുകൊള്ളുകയും ചെയ്യും. ശരി ആട്ടെ, ഞാനാരാന്ന് മനസ്സിലായോ? ഇല്ല. ഞാനൊരു കള്ളൻ തന്നെയാണോ, നിൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കുകയാണ് കക്കാൻ? അതെയോ? ശരി. ആട്ടെ, നീ ഇന്ന് എവിടേക്കാണ് കക്കാൻ പുറപ്പെട്ടിരിക്കണത്? ഞാനിന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് ഇന്ന് കക്കണം, അല്ലണം, എന്നാൽ കുറച്ച് നല്ല സാധനം കിട്ടും കുറച്ച്. ശരി, ഞാനും വരാം നിൻ്റെ കൂടെ. നമുക്ക് മതിലിൻ്റെ പുറത്തെത്തി. കള്ളൻ പറഞ്ഞു, അകത്തേക്ക് രണ്ടാളും കൂടി പോകണോ? അല്ല, ഞാൻ ഇവിടെ നിന്നോളാം, നീ പോയി കട്ട് കൊണ്ടുപോവുക. നമുക്ക് കിട്ടിയ സാധനങ്ങളെ രണ്ടാൾക്കും പകുതിയായിട്ട് എടുക്കാൻ, ഒപ്പപ്പെടുക്കാൻ. ഓ ശരി പറഞ്ഞ് രാജാവിനെ പുറത്ത് അവിടെ നിർത്തി. രാജാവിനെ വിഷമം. കള്ളനകത്ത് കിടന്ന് അവൻ്റെ ചില പണിയോഗം കൊണ്ട് മയക്കുപൊടിയും പല സാധനങ്ങളുമുണ്ട്. ആ ഖജനാവിൻ്റെ അവിടുത്തെ കാവക്കാരെയൊക്കെ മയക്കി വീഴ്ത്തി അവൻ ഖജനാവ് കുത്തി തുറന്ന് അതിനുള്ളിൽ കിടന്ന് നോക്കിയപ്പോൾ അതിൽ പല സാധനങ്ങളുണ്ട്, സ്വർണം കൊണ്ടുണ്ട്, രത്നങ്ങളെ കൊണ്ട് പലതുമുണ്ട്. അവനൊരു പെട്ടി തുറന്ന് നോക്കിയപ്പോൾ രത്നം കൊണ്ടുള്ളതായ 3 മാലകൾ, നല്ല മാല, അസല് മാല. അവൻ വിചാരിച്ചു 3 മാല എടുത്തു കൊണ്ടുപോയാലേ അവിടെ ചെന്നാൽ ഒരു മാല പൊട്ടിച്ചിട്ട് രണ്ടാൾക്കും ഒപ്പപ്പാക്കാൻ വിഷമം. അപ്പോൾ ഒരെണ്ണത്തിൽ കുരു അധികവും. അതുകൊണ്ട് 2 മാല മതി തീർച്ചപ്പെടുത്തി. 2 മാല എടുത്തിട്ട് ഒരു മാല അതിൽ തന്നെ വെച്ച് അടച്ച് അവൻ പുറത്തേക്ക് വന്നു. എന്തോ ഞാൻ പോയി വണ്ണാരത്തിനുള്ളിൽ കിടന്നു. എന്നിട്ടോ നോക്കിയപ്പോൾ അതിൽ നല്ല മാല, രത്നമാലകൾ 3 മാല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ 3 മാല എടുത്ത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് നമുക്ക് പങ്കിടാൻ വിഷമല്ലേ വിചാരിച്ചിട്ട് ഒരു മാല അതിൽ തന്നെ വെച്ച് 2 മാല കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മാല നിനക്ക് തരാം എന്ന് പറഞ്ഞ് രാജാവ്. ഒരു മാല. രാജാവ് പറഞ്ഞു, അവൻ്റെ നീ എവിടെയാണ് താമസിക്കുന്നത്, ആരാണ്, എന്താണെന്നൊക്കെ വർത്തമാനങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലായൊക്കെ സത്യമല്ലേ പറയാൻ പാടുള്ളൂ, ഒക്കെ സത്യം പറയും. നമുക്ക് നീ നാളെയും അവിടെ ഞാനും ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കാം, നമുക്ക് രണ്ടാൾക്കും നാളെയും കക്കാൻ പോകാം. ഓ ശരിയോ. അവൻ പോയി. രാജാവിൻ്റെ കൊട്ടാരത്ത് പോയി കിടന്നുറങ്ങി. നേരം വിളിച്ചാൽ എണീറ്റപ്പോൾ ഖജനാവിൻ്റെ കാവക്കാരനെ വിളിച്ചു. അവിടെ ആരാൻ പറയും അവരോട്. അവിടെ വന്നു. ഈ പോയി നോക്കേ, ഖജനാവിൻ്റെ ഉള്ളിൽ, ഭണ്ണാരത്തിൻ്റെ ഉള്ളിൽ ഏതോ ഇന്നലെ രാത്രി കള്ളം കിടന്നിട്ടുണ്ടതുകൊണ്ട് അവിടെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോയി നോക്ക്. കള്ളൊന്നും കിടന്നിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല എന്നാലും പോയി നോക്കേ. അവൻ പോയി നോക്കിയപ്പോൾ ഖജനാവൊക്കെ പൊത്തി തുറന്നിരിക്കുള്ളൂ, ഭണ്ണാരം താഴെയൊക്കെ തുറന്നിരിക്കും. അവൻ നോക്കിയപ്പോൾ അവനറിയാം എന്നെ സാരത്തിൽ എന്നെ മാലകളും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. അവൻ നോക്കിയപ്പോൾ രത്നമാല വെച്ചുള്ളതായ ആ പെട്ടിയിൽ നിന്ന്
നോക്കിയപ്പോൾ അതിലൊരു മാലയുള്ളൂ, 2 മാല കാണാനില്ല, 3 മാല അതിൽ വെച്ചിട്ടുണ്ടെന്ന് അവനറിയാം. അവൻ വിചാരിച്ചു 2 മാല പോയില്ലേ, എന്നാൽ 3 മാല പോയി രാജാവിനോട് പറയാൻ തുറച്ചപ്പെടുത്തി 1 മാല എടുത്ത് പോക്കയിലിട്ടിട്ട് പെട്ടി അവിടെ അടച്ചു വെച്ചിട്ട് ഇവിടെ വന്നു. അയ്യോ തമ്പുരാനേ, രാജാവേ, നമ്മുടെ ആ ഭണ്ഡാരത്തിൽ വെച്ചിരുന്ന രത്നം കൊണ്ടുള്ളതായ മാല 3 മാലയുള്ളതിൽ പെട്ടിയിലില്ലേ, ആ പെട്ടിയെടുത്ത 3 മാലയും കള്ളം കൊണ്ടുപോയിരിക്കണു. അപ്പം രാജാവിനറിയാലോ, അവൻ കള്ളൻ 2 എടുത്തുള്ളൂ, 1 അതിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 ആൾക്കും ഓരോന്നും എടുത്തിട്ട് ആ കള്ളൻ പോയതാണ്. കള്ളൻ സത്യമായി പറഞ്ഞിട്ടുള്ളൂ. വേഗം അവനെങ്കിലും വിളിച്ചു, ഇവിടെ വാ വിളിച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ എന്താ, ഒരു രത്നമാല അതിൽ നിന്നിങ്ങനെ കണ്ടു. എടാ, നീ കളവ് പറയല്ലേ, രത്നമാല പറഞ്ഞാൽ നീയല്ലേ എടുത്തേ 3 എണ്ണത്തുനിന്ന്. അവൻ പേടിച്ചു കിടന്നു. അവനെ കൊണ്ടുപോയിട്ട് നല്ല അടി കൊടുക്ക്, എന്നിട്ട് അവനെ പുറത്താക്കി കളയോ, നീ ഇനി ഇവിടെ പണിയാൻ വേണ്ട കേട്ടോ പറഞ്ഞ് അവനെ അവിടുന്ന് പുറത്താക്കി. രാജാവ് മറ്റേ കള്ളൻ്റെ പേരും അഡ്രസ്സും ഒക്കെ മനസ്സിലാക്കിയിട്ടില്ലേ, അവനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നാളെ മുതൽക്ക് നീയാണ് ഖജനാവിൻ്റെ അവിടുത്തെ കാവക്കാരൻ അവിടുത്തെ ആൾ, എന്നെ അവിടെ നിശ്ചയിച്ചിരിക്കണു, നിനക്ക് ശമ്പളമൊക്കെ തരും, അങ്ങനെ നീ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ കളവൊക്കെ വേണ്ടാന്ന് വിചാരിച്ച് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു ആളായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ട് സുഖമായിട്ട് കുട്ടികളോടും ഭാര്യയോടും പിന്നെ അച്ഛൻ അമ്മ എല്ലാവരോടും കൂടി സുഖമായിട്ട് താമസിക്കുകയും ചെയ്തു. അപ്പോൾ അവന് സന്യാസി പറഞ്ഞതനുസരിച്ച് സത്യം പറയുകൊണ്ട് അവന് ഗുണം കിട്ടിയത്. അതാണ് സച്ച് ബോൽനെ വാല ചോർ എന്നാണ്, സത്യം പറയുന്ന കള്ളൻ. ഇതാണ് കഥ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം. നിങ്ങളെ ഇതിനെല്ലാവരും ഇത് കേൾക്കാനായിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നല്ലോ, വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങളും എല്ലാവരും സത്യം പറയണം. സത്യം എന്നും ജയിക്കും. സത്യമേ ജയിക്കൂ. സത്യം കൊണ്ട് സകല കാര്യവും സാധിക്കാം. ഇത് നിങ്ങൾ ഈ കഥ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നമസ്തേ.